ഹായ്, നമസ്കാരം. ടൂൾസ് വെച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർബിൾ കട്ടർ, അതാണ് ഇന്ന് അൺബോക്സിയുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 സെറ്റ് മാർബിൾ കട്ടർ ഇന്ന് എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഡോങ്ചങ്, സ്റ്റാൻലി അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ഈ കാണുന്നത്. ഒന്ന് പവർ ബിൽറ്റ് എന്ന് പറഞ്ഞതും, രണ്ടാമത് ചെക്ക്മേറ്റ്. പവർ ബിൽറ്റാണ് നമ്മൾ ഇന്ന് തുറക്കുന്നത്. പവർ ബിറ്റിൽ വന്നേക്കണത് മിഷൻ 1, പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്പാൻഡർ സെറ്റ് ഇത്തിരി ഗേജ് കൂടുതലുള്ള നല്ല കമ്പനി സാധനമാണ്. ഇതിനകത്ത് അഡീഷണലി കാർബൺ അങ്ങനെ സംഭവമൊന്നും ഇതിനകത്ത് തോന്നല്ല. പിന്നെ ഗ്യാരണ്ടി കാർഡ് അങ്ങനെയൊക്കെ ഉള്ളൂ. ചെക്ക്മേറ്റിൽ വന്നേക്കണം നമുക്ക് മിഷൻ 1, സ്പാൻഡർ സെറ്റും അതേപോലെ തന്നെ കാർബൺ ഇതിനകത്തൊരെണ്ണം എക്സ്ട്രാ ഉണ്ട്, ഒരു മാനുവൽ കാർഡ്, അത്രേ ഉള്ളൂ. ഈ കട്ടർ എന്ന് പറഞ്ഞാൽ പവർ ബിൽറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ ബെഡ് കൺട്രോൾ ചെയ്യുന്ന സാധനമൊക്കെ നല്ല ഇത്തിരി ബലം കൂടിയ ഐറ്റംസ് ആണ്. ഇതിനകത്തും ഉണ്ട് അങ്ങനത്തെ. പക്ഷെ ഇതിനകത്ത് ഇത്തിരി ബലം കുറവാണ് ഈ സംഭവത്തിൽ. ഈ കാണുന്ന സംഭവം, അതായത് ബെഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം ബെല്ലാം കുറവാണ്. പിന്നെ ബാക്കി ഇതിന്റെ ബാക്ക് സൈഡിലെ ഫിൽറ്റർ സംഭവങ്ങളൊക്കെ രണ്ടും ഏറെക്കുറെ സെയിം ആണ് കേട്ടോ. ഇതിന്റെയും സ്റ്റീൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്തും ഇത് സ്റ്റീലാണ്. ഫിൽറ്റർ സ്റ്റീൽ നോക്കണം നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അരിപ്പ പോലെ ഞാൻ ഈ മണ്ണുകളൊന്നും കയറില്ല. പഴയ മുകളിലൊക്കെ ഇച്ചിരി ലൈനാണ്. അതിനകത്ത് ഇവിടെ മണ്ണ് കയറാൻ ചാൻസ് ഉള്ളതാണ്. ആ ഒരു സംഭവം കൊണ്ട് കംപ്ലൈന്റ് ആവാൻ, ആർമിച്ചർ കംപ്ലൈന്റ് ആവാൻ സാധ്യത. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത അഡീഷണൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അതായത് ഈ കാണുന്ന സാധനം മരപ്പണിക്കാർക്കൊക്കെ ഉപകാരം ഒരു സാധനമാണ്. അതായത് ഇവിടെ നിന്ന് കയറ്റി കഴിഞ്ഞാൽ ഇതിൽ കൺട്രോൾ ചെയ്യുന്ന സാധനം ഈ കാണാം. അതായത് നമുക്ക് ഗേജുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ പീസ് ഇവിടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ സ്ക്രൂവിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ പിടിപ്പിക്കാം. നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ ഇതിങ്ങനെ കയറ്റി സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തട വരും. അതായത് ഈ സ്റ്റോപ്പർ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് കട്ട് ചെയ്യാനായിട്ട് സുഖമായിരിക്കും. അതായത് ഈ കാണുന്ന പോലെ ഇപ്പൊ നമുക്കൊരു പീസ് കറക്റ്റ് അളവ് കട്ട് ചെയ്യണമെങ്കിൽ ഈ സ്റ്റോപ്പർ ഇവിടെ വരും. ഇതിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് സുഖമാണ്. ഇതും ഒരു മരത്തിന്റെ പീസ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഇത് ഹോൾട്ടർ ഉണ്ട്. അപ്പൊ ഒരു മരത്തിന്റെ പീസ് ഇവിടെ നമ്മൾ നീളത്തിൽ സ്ക്രൂ ചെയ്ത് പിടിച്ചാൽ നല്ല കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അത് മുറിയും. അതായത് മുറിക്കാൻ സുഖമായിരിക്കും. അങ്ങനെ ഒരു ഗുണം ഈ സാധനത്തിന്, ഈ മോഡൽ കട്ടറിന് ഉണ്ട്. പിന്നെ ഇതിനകത്ത് മാർബിൾ കട്ടർ എടുക്കുമ്പോൾ നോക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത് 5 ഇഞ്ചാണോ 4 ഇഞ്ചാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിന്റെ ബ്ലേഡ് വീണത് 5 ഇഞ്ചുണ്ട്, 4 ഇഞ്ച്, 110 mm, 125 mm, അങ്ങനെ 2 വേരിയന്റിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം 5 ഇഞ്ചാണെന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് എടുത്താൽ 5 ഇഞ്ച് ബ്ലേഡ് വീഴൂല. അപ്പൊ അങ്ങനെ ഒരു ഫോൾട്ട് പറ്റരുത്. പിന്നെ നോക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ് ആണ്. എത്ര വാട്ട്സ് ആണ്? പരമാവധി ഒരു 1300 1700 വാട്ട്സിന്റെ ഇടയിലുള്ള എടുക്കണമെന്നുണ്ടെങ്കിലും ഗുണമായിരിക്കും. പിന്നെ നോക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡാണ്. ഈ ബെഡ് കറക്റ്റ് സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഈ ബെഡുമിലാണ് നമ്മൾ ഓരോ പീസുകളും, സ്കർട്ടിങ്ങുകൾ, അതേപോലെ തന്നെ പാക്കിങ് ഇട്ട് ഓടിക്കുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ ലെങ്ത്തുകളും കാര്യങ്ങളൊക്കെ അറിയുന്നത്. കാരണം ഇതിൻ്റെ അളവ് വരെ നമ്മൾ ചെക്ക് ചെയ്യണം. 10 ഉണ്ടാവും, 9.5 ഉണ്ടാവും, 10 ഉണ്ടാവും, 10.5 ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നോക്കിയെടുക്കണം. ഇനി ഇതിനകത്ത് നമുക്ക് നോക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള സംഭവം ഇത് സ്വിച്ചാണ്. ഇത് സ്വിച്ചിന്റെ സ്റ്റോപ്പർ. അതുപോലെ ഇവിടെ വെള്ളം കൊടുക്കുന്ന സംഭവം ഈ കാണുന്നത്. ബ്ലേഡിലേക്ക് മാർബിൾ കട്ടറോ ടൈൽസോ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വെള്ളം കുത്തി കഴിഞ്ഞാൽ ബ്ലേഡിലേക്ക് പോകാനുള്ള കണക്ടർ. പിന്നെ ഇത് ബെഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം. ഇതിങ്ങനെ ലൂസ് ചെയ്തിട്ട് ബെഡിന്റെ ഹൈറ്റ്, ബ്ലേഡിന്റെ ഹൈറ്റ് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാ ഏത് പൊസിഷനാണ് നോക്കുക, ലോക്ക് ചെയ്യുക, അതിനകത്ത് മുറിക്കുക. ഇത് 2 മിഷന്റെ കോഡ് വയർ ഏതാണ്ട് ഒരു 3 മീറ്റർ കോഡ് വയർ കമ്പനി വിട്ടിരണം കേട്ടോ. പിന്നെ അത് വേറെ സംഭവങ്ങളൊന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ആണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2,800, ഏതാണ്ട് അടുത്ത് രണ്ടും ഓരോ റേഞ്ചുള്ള സംഭവങ്ങളാണ്. പിന്നെ പവർ ബിൽറ്റ് എന്ന് പറഞ്ഞ കമ്പനി അത്യാവശ്യം കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെക്ക്മേറ്റും കുറെ ഇറങ്ങുന്നുണ്ട് ഇപ്പം. അപ്പൊ മാർബിൾ കട്ടറിന്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. എല്ലാവർക്കും ബൈ.